ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പറയുമ്പം കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് തുടങ്ങിയൊക്കെ ഇല്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നിർത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ സങ്കടമുണ്ട്, വിഷമമുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒന്നും എങ്ങും എത്താത്ത രീതിയിൽ നമുക്ക് നിർത്തേണ്ടി വന്നപ്പം അതിൻ്റേതായിട്ടുള്ള വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി പെട്ടെന്ന് ഫാം നിർത്തുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൂടെ ചില കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വിയർപ്പിൻ്റെ അസുഖം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. 4 കൊല്ലമായിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ 4 കൊല്ലമായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ മടിയായിട്ടാണെന്നോ, അതല്ലെങ്കിൽ വിയർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാതെ യൂട്യൂബിൽ മാത്രം വീഡിയോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ ആക്ഷേപിക്കുന്നു. ഈ 4 കൊല്ലത്തിനിടയ്ക്ക് എന്തെങ്കിലും മാറ്റം എനിക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആ രീതിയിൽ തന്നെയല്ലേ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ടും കോഴി ഫാം നിർത്തുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫാം നടത്തുന്ന സമയത്ത് അതിൽ നിന്ന് സ്മെല്ലും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇത് ആദ്യമായിട്ടല്ല കോഴിയെ വളർത്തുന്നത്. ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഞങ്ങൾ കോഴിയെ വളർത്തുന്നുണ്ട്. അപ്പം കോഴിയാണെങ്കിലും കോഴി മുട്ടയാണെങ്കിലും എല്ലാം ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഇത് ആദ്യമായിട്ടല്ല ഞാൻ ഇത് തുടങ്ങുന്നത്. ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ കാരണം 15 കൊല്ലമായിട്ട് ഞാനിത് ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിനടുത്ത് ചേർന്ന് തന്നെയുള്ളൊരു വീട്ടിലുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സ്മെല്ലെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് 1-2 വട്ടം അതിൻ്റെ പേരിൽ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ കോഴി ഫാം തുടങ്ങിയിരുന്ന സമയത്ത് ഞാനിവിടെ ആഴ്ചയിലായിരുന്നു ഈ കാഷ്ടം കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ വളക്കടയിലേക്ക് കൊടുക്കും. ആഴ്ചയായിരുന്നു മാറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ പിന്നാണെങ്കിൽ ആദ്യമേ നമ്മുടെ അടുത്ത് ഇത് വിളിച്ച് പറഞ്ഞ സമയത്ത് ഈ കോഴിയുടെ സ്മെല്ല് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി കാഷ്ടം വാരി മാറ്റിയിട്ട് ഡെയിലി അത് രാവിലെ ഞാൻ ഏകദേശം ഒരു 7 മണി 7:45 ഞാൻ എഴുന്നേറ്റ് എൻ്റെ കോഴിക്കൂട്ടിലെ കാഷ്ടം ഫുള്ള് വാരി മാറ്റും. അപ്പോൾ ഞാനത് ഫുള്ള് വാരി മാറ്റിയതിന് ശേഷം ചാക്കിലാക്കിയിട്ട് നമ്മുടെ വളക്കടയിൽ കൊണ്ട് കൊടുക്കും. ഉണക്കി കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് റേറ്റ് കിട്ടുന്നത്. ഈ ഈർപ്പത്തോടെ കൊടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നഷ്ടമാണെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡെയിലി കോഴിക്കാഷ്ടം വാരി മാറ്റി ആദ്യം അത് മാറ്റി കൂട് ക്ലീൻ ചെയ്ത് അതുകൊണ്ട് കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എപ്പോഴും എൻ്റെ കോഴികൾക്ക് തീറ്റ പോലും കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കോഴിക്കൂട്ടിനകത്ത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ നമ്മുടെ ഷോർട്സിനകത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിവിടെ ഒരു ചെറിയ വീഡിയോ അതിൻ്റെ കൊടുത്തേക്കാം. എൻ്റെ കോഴിക്കൂട്ടിൽ അങ്ങനെ കാഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ ഡെയിലി വാരി മാറ്റിയതിന് ശേഷം ഞാൻ എപ്പോഴും ആണെങ്കിൽ ചാരവും കുമ്മായവും മിക്സ് ചെയ്തിടും. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ചാരവും കുമ്മായവും കൂടെ മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ അറക്കപ്പൊടി ഉണ്ടെങ്കിൽ അറക്കപ്പൊടിയായിട്ടിടും, അതല്ലെങ്കിൽ ചീവുപൊടി ഉണ്ടെങ്കിൽ ചീവുപൊടിയായിട്ടിടും. ഇത് രണ്ടും ഇല്ലെങ്കിലും ചാരവും കുമ്മായവും മാത്രമായിട്ടിടും. അപ്പം നമ്മൾ ഡെയിലി കോഴി വേസ്റ്റ് വാരി മാറ്റുന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും നമുക്കിതുവരെ എടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ അടുത്തുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നം എല്ലാവർക്കും ഇല്ല കേട്ടോ. ഒരു വീട്ടുകാർ മാത്രമേ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ ഒരു വീട്ടുകാർ മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത്, സ്മെല്ല് എടുക്കുന്നു എന്നുള്ളത്. അപ്പം എന്താണെങ്കിലും ശരി തന്നെ നമ്മുടെ വീട്ടിനടുത്ത് താമസിക്കുന്നവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, മെയിനായിട്ടും അതാണ് എൻ്റെ ഒരു റീസൺ. കാരണം ഒരു വഴക്കോ ബഹളോ ഒരു സംസാരത്തിലോട്ടോ നമ്മൾ കൊണ്ടുപോകുന്നതിന് മുൻപേ നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മളത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വിചാരിച്ചത്. പിന്നെ നിർത്താം, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ മാത്രം നല്ലത് നോക്കി മറ്റുള്ളവർക്കൊരു ദ്രോഹം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നല്ലത് മാത്രം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് നിർത്തിയേക്കാം, കുഴപ്പമില്ല പോട്ടെ. അതാണ് മെയിൻ റീസൺ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം കൂടുതലും വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഞാൻ എൻ്റെ തുറന്നു പറയാം കാര്യങ്ങൾ. എനിക്ക് ഫാമിൽ നിന്നുള്ള ഒരു വരുമാനം എന്ന് വെച്ചാൽ മുട്ടയായിരുന്നു എൻ്റെ മെയിൻ വരുമാനമായിട്ടുണ്ടായിരുന്നത്. അതൊരു 14 രൂപ 15 രൂപയ്ക്ക് മാസം കിട്ടുമായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് കോഴി കൂടിയ സമയത്ത് നമ്മൾ കൂടുതലും ഇറച്ചിക്ക് വേണ്ടി വിൽക്കാനായിരുന്നു പൂവൻ കോഴിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് വളർന്ന് വന്നപ്പോൾ നമുക്ക് സ്പേസ് ഇല്ലാതായപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി വളർത്തിയിരുന്ന കോഴികളെല്ലാം നമ്മൾ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ സ്പേസിലേക്ക് നമ്മൾ ആ പൂവൻ കോഴികളെ തന്നെയാണ്, വളർന്നു വന്ന പൂവൻ കോഴികളെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ മാറ്റി വളർത്തിയിരുന്ന സമയത്ത്
നമുക്കാണെങ്കിൽ വരുമാനം കുറഞ്ഞു. ഏകദേശം ഒരു 3 മാസമായിട്ട് നമുക്ക് കോഴികളിൽ നിന്നുള്ള വരുമാനം ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ മുട്ട കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ 4 മാസമായി നമ്മൾ കോഴി വളർത്താൻ തുടങ്ങിയിട്ട്. അതിൽ നമ്മൾ മുട്ട കൊടുത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമുക്ക് വരുമാനം ഉണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇറച്ചി കൊടുക്കുമ്പോൾ അത് 2 മാസം കൂടുമ്പോഴാണ് നമുക്ക് ഇറച്ചിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കോഴീനെ, അല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം മുട്ടയുടെ വരുമാനം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് മെയിനായിട്ടും ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ, ഒരു വരുമാനം നമുക്ക് പിന്നെ ഇല്ലായിരുന്നു. അതവിടെ കൊണ്ട് നിന്നുപോയി. കാരണം കോഴിത്തീറ്റയ്ക്കൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. പ്രോപ്പറായിട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കാണെങ്കിൽ ഫാമിൽ നിന്നുള്ള വരുമാനം ഇല്ല, പൂർണ്ണമായിട്ട് നിലച്ചു. കാരണം മുട്ടക്കോഴികൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ കിട്ടുന്ന സമയത്തേ ഉള്ളൂ. അപ്പോൾ മുട്ടക്കോഴികൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് തീറ്റയും കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട് കോഴികൾക്ക് വെയിറ്റ് കയറാത്ത കാരണം നമുക്ക് കോഴിയെ കൊടുക്കാനും പറ്റില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിൻ്റെ വരുമാനം അവിടെ നിലച്ചു. അപ്പം നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് വീണ്ടും നമ്മൾ ഈ ഫാമിലേക്ക് പൈസ ഇറക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എടുത്ത് ഫാമിലോട്ട് ഇറക്കുന്ന സമയത്ത് നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള വരുമാനം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നിന്നുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലെ ചിലവും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഈ ഫാമിലേക്കും കൂടെ നമ്മൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ മിച്ചം പിടിക്കാനുള്ള പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി. നമുക്കൊരു മന്ത് എൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് തീരെയും പാപ്പരായി പോകുന്ന ഒരു അവസ്ഥയായി പോയി. ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു 3 മാസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു കേട്ടോ. കാരണം ഫാമിൻ്റെ വരുമാനം നമുക്ക് നിലച്ചു, മുട്ടക്കോഴി ഇല്ല, പിന്നെ ഇവറ്റകളെ കൊടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് കുറേ പണിയും കാര്യങ്ങളും വന്നു. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് 1-2 കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് പോയി വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. കാരണം ഈ ഫാമിൻ്റെ പണി എനിക്ക് കഴിയുമ്പം ഞാൻ ആദ്യമേ നമ്മൾ കോഴി വേസ്റ്റ് വാരി മാറ്റണം, തീറ്റ കൊടുക്കണം, കൂട് വൃത്തിയാക്കണം. കോഴി വേസ്റ്റ് വാരി മാറ്റിയാലും പിന്നെ അതിനകത്ത് കൂട് വൃത്തിയാക്കേണ്ട പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെങ്കിലും ഫ്രീ ആകുമ്പോഴത്തേക്ക് 1 മണി 12:30 1 മണിയൊക്കെ ആവും ഞാൻ ഫ്രീ ആകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചാനലിലേക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല, കൊളാബറേഷനൊക്കെ വരുന്ന വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ഷോർട്ട് ഫിലിംസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ഒരു 4 മാസമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ കേരള ബ്രദേഴ്സിൽ നമ്മൾ ഒറ്റ ഷോർട്ട് ഫിലിം ഇട്ടിട്ടില്ല. കേരള ബ്രദേഴ്സ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഷോർട്സോ കാര്യങ്ങളോ വീഴുന്നതെന്നുള്ള അല്ലാതെ നമ്മൾ കേരള ബ്രദേഴ്സിലേക്ക് ഒറ്റ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം വരുമാനമൊക്കെ നല്ല രീതിയിൽ നമുക്ക് മുട്ടിപ്പോയി. നമ്മുടെ ഫാമിൽ നിന്നുള്ള വരുമാനം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് തുടങ്ങിയതാണ്. പക്ഷേ ഫാമിൽ നിന്നുള്ള വരുമാനം നമുക്ക് അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അതും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറി. പിന്നെ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്കിത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്കെന്ന് പറഞ്ഞപ്പം നമുക്കതും ഒരു ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ. നമ്മൾ വെറുതെ ഒരു വഴക്കിനും ബഹളത്തിനും ഒന്നും പോകണ്ട, ഒരു സംസാര വിഷയത്തിലൂടെ നമ്മൾ കൊണ്ടെത്തിക്കുന്നതിന് മുൻപേ തന്നെ നമ്മളതങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാത്തിനും കൊടുത്തു ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ പൂവന്മാരെ ഒട്ടുമിക്ക എണ്ണത്തിനും നമ്മൾ കൊടുത്തു ഒഴിവാക്കി. എങ്ങാണ്ട് ഇനി 20-25 എങ്ങാണ്ട് പൂവൻകോഴികൾ നിൽപ്പുള്ളൂ. ഇനി ഒരു 15-20 പെട എങ്ങാണ്ടുണ്ട്. അപ്പം അതിനെയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാം പൂർണ്ണമായിട്ടും നിർത്തുകയാണ്. അപ്പോൾ പിന്നെ ഈ കോഴി വേസ്റ്റ് അല്ലെങ്കിൽ കോഴി സ്മെല്ല് എന്നുള്ളതിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമല്ലോ. നമ്മൾ കാരണം നമ്മുടെ അടുത്തുള്ള ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട. എല്ലാവരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആകെ ഞങ്ങളുടെ വീട്ടിലടുത്ത് 2-3 വീടാണ് ഞങ്ങളുടെ വസ്തുവിനോട് ചേർന്നുള്ളത്. അല്ല, ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞു. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുന്നില്ല കേട്ടോ. മേ ബി അവർക്ക് സ്മെല്ല് ചെന്നിട്ടുണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അടുത്തുള്ളത് നമ്മളിപ്പോഴും അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് സ്മെല്ല് വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് സ്മെല്ല് വന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല. അത് അവരുടെ ഇതല്ലേ. അപ്പം എന്തിനാ വെറുതെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. പിന്നെ കുഴപ്പമില്ലാതെ തിരക്കേടില്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഒരു വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം നിർത്തിയതിന് ശേഷം ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന പൈസ എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് തുടങ്ങാം എന്നുള്ള രീതിയിൽ. അതായത് ഇതൊന്നും അല്ലാതെ പ്രോപ്പറായിട്ട് ഇപ്പം ഡോറയ്ക്കും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതിപ്പം എനിക്ക് മാത്രമേ പറ്റൂ, എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഈ ഫാമിൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തട്ടായിട്ടല്ലേ കൂടടിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ തീറ്റ കൊടുക്കണമെങ്കിൽ മേളിൽ കയറിയൊക്കെ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ പറ്റുന്ന ആരോഗ്യമുള്ളവർക്കേ പറ്റും. എൻ്റെ അമ്മയ്ക്ക് പോലും അത് നോക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അവർക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇപ്പം ഞാനില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഡോറയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കച്ചവടമോ ചെറിയ എന്തെങ്കിലും ഒരു കടയോ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൂടി കിട്ടുന്നതിന് എടുത്തിട്ട് നമ്മളൊരു ചെറിയ കട ഇടാം എന്നുള്ളൊരു ഐഡിയയിലിരിക്കുകയാണ്. ഡോറ ഇങ്ങനെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡോറയ്ക്ക് താല്പര്യമുള്ള 1-2 കാര്യങ്ങൾ ഡോറ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് നമുക്ക്, അതായത് ഞാൻ എൻ്റെ മാത്രം ഇതല്ല നോക്കുന്നത്. ഫാം തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മാത്രം സൗകര്യം നോക്കിയത്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നടുവേദന വന്നു, 2 ദിവസം ഞാൻ കിടന്നുപോയി. പിന്നെ ആണെങ്കിൽ ഒരു വട്ടം എനിക്ക് BP കൂടുതലായിട്ട് ഒരു ദിവസം ഞാൻ 1-2 ദിവസം അങ്ങനെ ഞാൻ കിടന്നുപോയി. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ കോഴി ഫാമിൽ തീറ്റ കൊടുക്കാനും വെള്ളം വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ക്ലീൻ ചെയ്യാനും. ഞാൻ തന്നെയാണ് ഇത് ചെയ്തെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഹം കുഴഞ്ഞു വരുന്ന ആ ഒരു ഇത്, പിന്നെ നടുവേദന ആയതുകൊണ്ട് അങ്ങനെ നിൽക്കാനും ഇരിക്കാനും ഒക്കെ പറ്റാത്തൊരു ഇതൊക്കെ ആയിരുന്നു. പക്ഷേ
ആ ബുദ്ധിമുട്ടിൽ ഞാനാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആണ് ഞാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനില്ലെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പം എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഡോറ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നിർത്തിയതിന് ശേഷം എല്ലാം കൊടുത്ത് ഫിനിഷാക്കി അതിൽ നിന്ന് വരുന്ന പൈസയും പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന പൈസയൊക്കെ എടുത്ത് പിന്നെ പോരാത്ത നമുക്ക് എന്തെങ്കിലും ലോണൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും കച്ചവടമോ കാര്യങ്ങൾ ചെറിയൊരു തട്ടുകട എന്നല്ല കേട്ടോ, ചെറിയൊരു കട എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. അത് ഡോറ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലോട്ട് നമ്മൾ എന്തായാലും കടക്കും ഉടനെ. അങ്ങനെ വെറുതെ ഒന്നും എനിക്ക് യൂട്യൂബിലെ വരുമാനം മാത്രം കൊണ്ട് ഒന്നും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരുന്നു നമ്മൾ ഫാം തുടങ്ങിയത്. ഫാം തുടങ്ങി നമുക്ക് ആദ്യത്തെ മാസം നല്ല വരുമാനം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം യൂട്യൂബിലെ പൈസ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ഫാമിൽ നിന്നുള്ള പൈസ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കേരള ബ്രദേഴ്സിൽ ആ സമയത്ത് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോഴികളൊക്കെ വളർന്ന് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കൂടുതലും കോഴിക്കൂട്ടിലോട്ട് കോഴി ഷെഡിലോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി. കാരണം പറഞ്ഞ കണക്ക് ഡെയിലി ക്ലീൻ ചെയ്യണം, ഡെയിലി കാഷ്ടം വാരി മാറ്റണം, കൊണ്ടു കൊടുക്കണം, അത് കൂട് വൃത്തിയാക്കണം, പിന്നെ തീറ്റയും കാര്യങ്ങളും വെക്കണം, വെള്ളം വെക്കണം. ഈ വെള്ളമൊക്കെ എന്ന് വെച്ചാൽ ഇവന്മാർ വളർന്നു വന്ന സമയത്ത് നമ്മൾ ഫാം ആയിട്ട് നടത്താത്തത് കൊണ്ട് ഈ കൂട് ഉള്ള രീതിയിൽ നടത്തുന്നതുകൊണ്ട് ഈ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇവന്മാർ പെട്ടെന്ന് തട്ടിമറിച്ച് കളയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് വെള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പടിച്ച സ്മെല്ലടിക്കും. അപ്പോൾ അതുള്ളത് കൊണ്ട് നമ്മൾ ഡെയിലി 2 നേരം ഈ കൂട് വൃത്തിയാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം എനിക്ക് ഭയങ്കര പണിയായി, നല്ല രീതിയിൽ പണിയായിപ്പോയി. അപ്പം നമ്മുടെ കുറേ കാര്യങ്ങൾ തട്ടുകേടായിട്ട് വന്നു. അപ്പം അതൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അങ്ങ് നിർത്താം. അതുപോലെ ഇത്രയും ഒരു സ്പേസിൽ നിങ്ങൾ കണ്ടു കാണും, ഏകദേശം ഒരു 1/2 സെൻറ്റിനകത്താണ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്ത് തട്ടിക്കൂട്ടി വെച്ചേക്കുന്നത്. അപ്പം അത് ചിലപ്പം പലർക്കും പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും ഒന്ന് തുടങ്ങാം. ഇതൊക്കെ നിർത്തിയതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ലല്ലോ ജീവിക്കാനുള്ള മാർഗ്ഗം, വേറെ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അന്തസ്സായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലൊരു മാർഗ്ഗം കണ്ടെത്താമെന്ന് വിചാരിച്ചു. അതിപ്പം എന്തായാലും ഉടനെ തന്നെ തുടങ്ങും. 1-2 മാസത്തിനുള്ളിൽ ഞങ്ങളത് എന്തായാലും തുടങ്ങും. അതുവരെ എന്തായാലും ഡോറ ബുജി ആണെങ്കിലും കേരള ബ്രദേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിർത്തുന്നത്. പിന്നെ ഈ ചിലരൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വിയർപ്പിൻ്റെ അസുഖം കൊണ്ട് മറ്റൊക്കെ ആയിരിക്കാം, മേ ബി ആയിരിക്കാം, എനിക്കറിയില്ല. അതൊക്കെ അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണുമല്ലോ. എന്തായാലും അങ്ങനെ ആയിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഫാം നിർത്തുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. എനിക്കങ്ങനെ ഞാൻ ഫാം തുടങ്ങിയിട്ട് എനിക്ക് നഷ്ടം വന്നു എന്നൊരിക്കലും ഞാൻ പറയില്ല. നല്ല ലാഭം വരുന്ന ഏർപ്പാട് തന്നെയാണ് ഫാമിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പണി കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അവിടെ നമുക്ക് വരുമാനം കുറഞ്ഞു. അപ്പം അവിടെ വരുമാനം കുറഞ്ഞതിൻ്റെ മാത്രമല്ല, ഫാമിൽ നമ്മൾ കറക്റ്റായിട്ട് തീറ്റയും കാര്യങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കോഴികൾക്ക് വളർച്ചയും കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് ഫാമിലേക്ക് തീറ്റ എടുക്കാനുള്ള ഒരു വരുമാനവും കൂടെ നമുക്കാണെങ്കിൽ ഈ യൂട്യൂബിൽ നിന്ന് തന്നെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് അവിടെ ഇവിടെ എല്ലാം കുഴയുന്ന രൂപത്തിലോട്ടായിപ്പോയി. അതാണ് എനിക്കിപ്പോൾ കിട്ടിയ പണി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അത്രയും റിസ്ക് എടുത്ത് എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. കാരണം നമുക്ക് ഡോറയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇത്രയും നോക്കേണ്ടതായതുകൊണ്ട് നമ്മൾ തൽക്കാലം ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് നിൽക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ലത് യൂട്യൂബ് തന്നെയാണ്. അതാകുമ്പോൾ ആരുടെയും കേസും വഴക്കും ബഹളം പ്രശ്നമൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ഇരിക്കാമല്ലോ. പിന്നെ കുറച്ച് നെഗറ്റീവ് വരും, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഈ കഥയിൽ കൂടെ കേട്ട് ഈ കഥയിൽ കൂടെ വിടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇതാണ് റീസൺ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കട്ടയ്ക്ക് കൂടെ ഇന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബിനോയ്ക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മുട്ടയൊക്കെ സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരോടൊക്കെ എനിക്ക് എന്നും ആ കടപ്പാടും നന്ദി ഉണ്ടാവും. ഒരിക്കലും ആരെയും മറക്കില്ല. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എന്നും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു വരുമാന മാർഗ്ഗം ഞങ്ങൾ ഉടനെ കണ്ടെത്തുന്നതായിരിക്കും. ബൈ.